മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 93 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. 2 ദിനവൃത്താന്തം 2 മുതൽ 5 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം, എന്നിട്ട് ആൻസേഴ്സ് പറയാം കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഞാനൊരു പുരുഷനാണ്, എന്റെ പേരിന്റെ അർത്ഥം, മറ്റൊരു പേര്, നാട്, ഗോത്രം എന്നിവ പാഠഭാഗത്തുണ്ട്. ഞാൻ ആര്? എല്ലാം വിശദമായി എഴുതുക. ഇതായിരുന്നു ചോദ്യം. ഉത്തരം: ഞാൻ ബർന്നബാസ്. അർത്ഥം: പ്രബോധന പുത്രൻ. മറ്റൊരു പേര് യോസേഫ്. നാട് കുപ്രദ്വീപ്. ഗോത്രം ലേവ്യൻ. അപ്പോസ്തല പ്രവർത്തികൾ 4:36-37 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: 2 ധാന്യങ്ങൾ ചേർന്ന ഒറ്റ പദം. ഉത്തരം: ഗോതമ്പരി. ധാന്യങ്ങൾ ഗോതമ്പ്, അരി. 2 ദിനവൃത്താന്തം 2:10 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ശലോമോൻ ഒരേ സംഖ്യയിൽ 3 ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ട് പകുതി ആലയത്തിന്റെ വലതുവശത്തും പകുതി ആലയത്തിന്റെ ഇടതുവശത്തും വെച്ചു. ഒരേ സംഖ്യയിൽ നിർമ്മിച്ച ഉപകരണങ്ങൾ ഏവ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: 10 തൊട്ടി. 2 ദിനവൃത്താന്തം 4:6 10 വിളക്ക്. 2 ദിനവൃത്താന്തം 4:7 10 മേശ. 2 ദിനവൃത്താന്തം 4:8. ഇവയിൽ 5 വീതം ശലോമോൻ ആലയത്തിന്റെ ഇടതും വലതും വെച്ചു കേട്ടോ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: പ്രവാചകനായ യോന ചെന്ന ഒരു സ്ഥലം പാഠഭാഗത്ത് കാണുവാൻ സാധിക്കും. ഏതാണെന്ന് പറയാമോ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: യാഫോവ്. ഓക്കെ. 2 ദിനവൃത്താന്തം 2:16 യോന 1:3 ഇതിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതിൽ യോന 1:3 എന്നുള്ളത് സപ്പോർട്ടിംഗ് റെഫറൻസ് ആണ്, അത് നിങ്ങൾ പറയണം എന്നില്ല. ഫൈനൽ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: നീളവും വീതിയും തുല്യ അളവിൽ ശലോമോൻ നിർമ്മിച്ച ഉപകരണം ഏത്? ഏത് ലോഹം കൊണ്ട് നിർമ്മിച്ചു? അളവെത്ര? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: ഉപകരണം യാഗപീഠം. ലോഹം താമ്രം. തുല്യ അളവ് 20 മുഴം നീളം, 20 മുഴം വീതി. ഓക്കെ. അപ്പൊ ഇതാണ് അതിന്റെ റെഫറൻസ് 2 ദിനവൃത്താന്തം 4:1. ഓക്കെ, ഇതാണ് സപ്പോർട്ടിങ് അതിന്റെ റെഫറൻസ് വാക്യം. അപ്പൊ എല്ലാവർക്കും കൺഫ്യൂഷൻ ഇല്ലാതെ ഉത്തരം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയുന്നു 2 ദിനവൃത്താന്തം 6 മുതൽ 9 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായം. ആ പോർഷൻ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും നല്ലപോലെ പോർഷൻസ് വായിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.